ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു ഓണം തൂക്കാൻ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എത്തുകയാണ്. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി വരികയും ചെയ്യും. കുടുംബ യൂണിറ്റ് അങ്ങനെ മുന്നേറുകയാണ്. 1,60,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ കടന്നിരിക്കുകയാണ്. ഇന്ന് ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് 2,15 കോടിക്ക് മുകളിലായിരിക്കാം ഈ ഒരു സിനിമയുടെ കളക്ഷനായിട്ട്. മണിക്കൂറിൽ ഏകദേശം 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു ബുക്ക് മൈ ഷോയിൽ. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 3,70,00,000 രൂപ കടന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നത്. ഗിരീഷ് ഏടിയും ടീമും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടമാകും. പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം ഈ ഒരു സിനിമയും എത്തുമ്പോൾ നിവിൻ പോളിയുടെ അതിഗംഭീരമായ, അതായത് സർവ്വം മായയ്ക്ക് ശേഷം നമ്മൾ കാത്തിരിക്കുന്ന ചിത്രമായി മാറുകയാണ്. ഫൈനലായിട്ട് വേൾഡ് വൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു 4 തൊട്ട് 5 കോടി വരെ എന്നുള്ളത്. ഒരുപക്ഷെ അതിന് മുകളിലേക്കും പോകാം. മണിക്കൂറിൽ 5,000-ഓളം ടിക്കറ്റുകൾ വിറ്റ് പോകുമ്പോൾ ഇനി അവസാന നിമിഷങ്ങളിൽ ഇതിന് മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇങ്ങനെ ഒരു ഫെസ്റ്റീവ് മൂഡിൽ വരുമ്പോൾ ആക്ഷൻ ഡ്രാമകളെക്കായാലുമൊക്കെ ഒരു കോമഡിയും അതേപോലെ ഫാമിലി പാത്തിൽ വരുന്ന ചിത്രത്തിനായിരിക്കാം പ്രേക്ഷകരേറെ എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. നിവിൻ പോളിയും ഗിരീഷ് ഏടിയും ഒരുമിക്കുമ്പോൾ ഇത് ഒരൊറ്റ കോമ്പിനേഷൻ മതി നമ്മളെ ഇഷ്ടപ്പെടുത്താൻ. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു ഓണം ഇന്ന് ഇതുവരെയുള്ള ഔട്ട്പുട്ട് വരുമ്പോൾ ഏറ്റവും സാധ്യത ഇനിയും നിവിൻ പോളിക്കാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയിരിക്കുമോ ഈ കുറി ഓണം തൂക്കാൻ പോകുന്നത്? എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഒരു വമ്പൻ റിലീസ് തന്നെയാണ്. കേരള തിയേറ്റർ ലിസ്റ്റും അതേപോലെ തന്നെ USA-ലൊക്കെ 186-ന് മുകളിലുള്ള ലൊക്കേഷനിൽ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് വന്നിരിക്കുന്നു. 35K പ്രീസെയിൽ ഓൾറെഡി സിനിമ നേടിയിരിക്കുന്നു. അത് ദിവസങ്ങൾക്ക് മുമ്പുള്ള 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള കണക്കുകളാണ്. ഇത് ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ USA-ലെ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. എന്തായാലും കാത്തിരിക്കാം. ഈ ഒരു സിനിമ രാവിലെ 9 മണിക്ക് തുടങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. ഗ്രേറ്റ് മീഡിയാസ്.